നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ എംപിക്ക് പിറന്നാൾ ആശംസകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. തീർച്ചയായിട്ടും ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സൗഹൃദമൊക്കെ നമുക്കറിയാവുന്നതാണ്. രാഷ്ട്രീയത്തിൽ അവർ തമ്മിലുള്ള കൂട്ടുകെട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ പാർട്ടി രാഹുലിനെ പുറത്താക്കിയപ്പോൾ തീർച്ചയായിട്ടും രാഹുലിനെതിരെയുള്ള ഒരു നിലപാട് തന്നെയാണ് ഷാഫിയും സ്വീകരിച്ചത്. മാത്രമല്ല, തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കട്ടെ, അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നതടക്കമുള്ള വാക്കുകൾ ഉപയോഗിച്ച് രാഹുലിനെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഷാഫി പറമ്പിൽ നടത്തിയിട്ടുള്ളത്. ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമുക്കറിയാം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും പാർട്ടിയുടെ വളർച്ച, അല്ലെങ്കിൽ പാർട്ടി ഇപ്പോൾ നടത്തുന്ന പുതുയുഗ യാത്ര, ഇതിനെയെല്ലാം പരാമർശിക്കുന്ന പോസ്റ്റുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും പങ്കുവയ്ക്കുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ച് രാഹുലിൻ്റെ വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമാണ്. കോൺഗ്രസിനെ എന്നെ പുറത്താക്കാം, പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല, അത് തനിക്ക് മാത്രമേ കഴിയൂ. പാർട്ടി തന്നെ പുറത്താക്കിയത് തന്നെ വേദനിപ്പിച്ചു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ വളർച്ചയിലും പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലും വളരെയധികം ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പാർട്ടിയുടെ പുതുയുഗ യാത്ര തിക്കും തിരക്കും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം പുതുയുഗ യാത്രയ്ക്ക് കിട്ടുന്നുണ്ട്. അതിനെല്ലാം അനുകൂലിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കമൻറ്റ് ബോക്സുകളിലൊക്കെ നിറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ പാർട്ടിയിലില്ലല്ലോ, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താണല്ലോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കോൺഗ്രസിനെ രാഹുൽ തൻ്റെ നെഞ്ചിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു തൻ്റെ പോസ്റ്റുകളിലൂടെ. മാത്രമല്ല, ഷാഫിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തീർച്ചയായിട്ടും ഇന്ന് ഷാഫി പറമ്പിൽ എംപിയുടെ പിറന്നാളാണ്. മറ്റൊരു പോസ്റ്റ് കൂടി നമുക്ക് നോക്കാം. PC പുലാമന്തോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഷാഫി പറമ്പിലിന് പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുകയാണ്. ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമ്മൾ നോക്കുകയാണ്. എൻ്റെ ചങ്ക് നേതാവിന് പിറന്നാൾ ആശംസകൾ. നിങ്ങളുടെ പൊട്ടിക്കരച്ചിൽ കേട്ട് നിങ്ങളുടെ ഉമ്മ പൊട്ടിച്ചിരിച്ച ലോകത്തിലെ ഒരേയൊരു ദിവസം അന്നാണ് നിങ്ങൾ ജനിച്ചത്, ഒരു ഫെബ്രുവരി 12-ന്. നിങ്ങൾക്ക് എങ്ങനെ ആശംസകൾ അറിയിക്കണമെന്ന് എനിക്കറിയില്ല. ദൈവം നിങ്ങൾക്ക് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകട്ടെ. എന്നും പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ആയുസ്സിന് 1 വർഷം കുറഞ്ഞു. നിങ്ങൾ വളരുകയാണ്. നിങ്ങളുടെ ചിന്തകൾ ആകാശത്തോളം ഉയരട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ആകാശത്തോളം വളരട്ടെ. കാലം കരുതി വെച്ച നന്മകളെല്ലാം നിങ്ങൾക്ക് കരഗതമാവട്ടെ. ഇത്രയും വർഷങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചവയൊക്കെ നിങ്ങൾക്ക് കരുത്തും തുണയുമാകട്ടെ. അവയൊക്കെ നിങ്ങളിലെ കൂടുതൽ സമ്പുഷ്ടമാക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം എന്നും ദൃഢമായിരിക്കട്ടെ. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. നന്ദി, നന്ദി, നന്ദി. ഓർമ്മയിൽ സൂക്ഷിക്കാൻ 1000 വാക്കുകൾ സമ്മാനിച്ച സൗഹൃദത്തോടെയുള്ള നേതാവ്. ഹൃദയത്തിൻ്റെ തന്ത്രികളിൽ മഞ്ഞിൻ്റെ നനുത്ത സ്പർശമുള്ള ഈ സൗഹൃദ MPക്ക് ഇന്ന് ജന്മദിനം. കളിയും ചിരിയും കുസൃതിയും അതിലേറെ മനസ്സ് നിറഞ്ഞ സന്തോഷ സ്നേഹത്തോടെ നേരുന്നു ആശംസകൾ. ഇനിയും ഒരുപാട് കാലം മായാത്ത വസന്തം പോലെ, മറയാത്ത നിഴൽ പോലെ, വാടാത്ത പൂക്കൾ പോലെ ചിരിക്കുന്ന മുഖവുമായി എന്നും നിറഞ്ഞു നിൽക്കാൻ സർവേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയും. 1000 പിറന്നാൾ ആശംസകൾ നേതാവേ. മന്ദമാരുതൻ്റെ തലോടലിൽ ഇളകിയാടുന്ന പൂവള്ളി പോലെ, വെണ്ണിലാവിൽ ചാലിച്ചെഴുതിയ കവിത പോലെ താങ്കളുടെ ജീവിതം ഒരു നൂറ്റാണ്ട് കാലം ജ്വലിച്ചു നിൽക്കട്ടെ. ഐശ്വര്യങ്ങളും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം. ഈ ജന്മദിനത്തിൽ തരാൻ സ്നേഹവും പ്രാർത്ഥനയും മാത്രം. ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 ജന്മദിന ആശംസകൾ എന്നാണ് ഒരു പാർട്ടി പ്രവർത്തകൻ ഷാഫി പറമ്പിലിന് ആശംസകൾ നേർന്നിരിക്കുന്നത്. എന്തായാലും ഷാഫിയുടെ പിറന്നാൾ ദിനത്തിൽ ഷാഫിയുടെ ഉറ്റ സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ പിറന്നാൾ ആശംസകൾ എന്തായാലും പ്രവർത്തകരൊക്കെ ഷാഫി പറമ്പിലിന് പിറന്നാൾ ആശംസകളൊക്കെ നേരുകയാണ്. അതേസമയം പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ, അതിന് വ്യക്തമായ മറുപടി ഷാഫി പറമ്പിൽ MP നൽകിയിരിക്കുന്നു. ആദ്യം ഷാഫി പറമ്പിൽ MPയുടെ മറുപടിയിലേക്ക് നമുക്ക് പോകാം. എന്താണ് സംഭവിച്ചതെന്ന്, കുറ്റ്യാടിയിലുണ്ടായ സംഭവങ്ങളിൽ ഷാഫിയുടെ പ്രതികരണം ഇപ്രകാരമാണ്. എന്തായാലും അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ല, അത്തരത്തിൽ യാതൊരു ഉന്തും തള്ളലും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രവീൺ കുമാർ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാവിലെ 11 മണിയോടെ കുറ്റ്യാടി പഴയ ബസ് സ്റ്റാൻഡിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. തൊട്ടിൽ പാലത്ത് നിന്നും തുറന്ന വാഹനത്തിൽ VD സതീശൻ എത്തിയത് 1.5 മണിക്കൂർ വൈകിയാണ്. ഒപ്പമുണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ MP, പാറയ്ക്കൽ അബ്ദുള്ള തുടങ്ങിയ നേതാക്കൾ. സമയം വൈകിയതിനാൽ മുതിർന്ന നേതാവ് MK രാഘവനെ പ്രസംഗിക്കാൻ സ്വാഗത സംഘം ചെയർമാനും DCC സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ ക്ഷണിച്ചു. രാഘവന്റെ പ്രസംഗത്തിന് ശേഷം ഷാഫിയെ ക്ഷണിച്ചെങ്കിലും സമയക്കുറവ് കാരണം പ്രസംഗിക്കാനില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. അണികൾ ഷാഫി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രമോദ് വീണ്ടും മൈക്കിന് മുന്നിലെത്തി ഷാഫിയുടെ പേര് വിളിക്കാനുള്ള ശ്രമത്തിനിടെ ഷാഫി പ്രമോദിനെ പിന്നിൽ നിന്ന് തടയാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഉന്തും തള്ളും
ഉണ്ടായത്. മുൻനിരയിലേക്ക് ഇരിക്കുകയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇരുവരെയും തടയാൻ ശ്രമിച്ചു. പക്ഷേ തിക്കിനും തിരക്കിനുമിടയിൽ മുല്ലപ്പള്ളി സീറ്റിലേക്ക് തന്നെ വീണു. തുടർന്ന് ഷാഫി 2 വാക്കിൽ പ്രസംഗം അവസാനിപ്പിച്ച് ഇറങ്ങുകയും ചെയ്തു. ഈ സംഭവങ്ങളാണ് അരങ്ങേറിയത്. എന്നാൽ പുതുയുഗ യാത്രയുടെ ജനപങ്കാളിത്തം കണ്ട് വിളറി പൂണ്ട ചില ദൃശ്യമാധ്യമങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നായിരുന്നു പ്രമോദ് കക്കട്ടിൽ പറഞ്ഞത്. എന്തായാലും ഉന്തും തള്ളുമുണ്ടായി എന്ന വ്യാഖ്യാനമൊക്കെ ഉണ്ടായി. അത്തരത്തിൽ വാർത്തകളൊക്കെ പ്രചരിച്ചു. പക്ഷെ അത്തരം വാർത്തകൾക്ക് സ്ഥാനമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. താൻ വൈകിയതിനാൽ താൻ കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ നിലപാട്. നേതാക്കൾക്ക് സംസാരിക്കാൻ സമയം കൊടുക്കണമെന്നും ഷാഫി പറഞ്ഞു. പിന്നാലെ നടന്നത് ഷാഫി സംസാരിക്കണമെന്ന് പറഞ്ഞ ഈ തർക്കം. ആ തർക്കം ഒടുവിൽ പിടിവലിയായി. ഒടുവിൽ ഷാഫിയുടെ ഹ്രസ്വമായ പ്രസംഗം. ആ പ്രസംഗം ഇപ്രകാരമായിരുന്നു: ഞാൻ പ്രസംഗിക്കാനില്ല. പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു 100-ൽ കൂടുതൽ എണ്ണുമ്പോൾ അതിൽ കുറ്റ്യാടിയും ഉണ്ടാകുമെന്ന് മാത്രം പറയുന്നു. അത്രയും പറഞ്ഞാണ് ഷാഫി പിന്മാറിയത്. സമയം വൈകിയതിനാൽ കൂടുതൽ സംസാരിക്കണമെന്ന് ഷാഫി തീരുമാനിച്ചതാണെന്നും നേതാക്കൾ മാത്രം സംസാരിച്ചാൽ മതിയെന്ന് ഷാഫി പറഞ്ഞതായും സംഘാടകരും വ്യക്തമാക്കി. ഷാഫി സംസാരിക്കണമെന്ന നിർബന്ധമാണ് തർക്കത്തിന് കാരണമായത് എന്നാണ് വിവരം. എന്നാൽ ആ ഒരു ഷാഫി പറമ്പിൽ അത് നീരസം കാണിച്ചതാണ്, അല്ലെങ്കിൽ വിളിക്കാൻ വൈകിയതിൽ നീരസം പ്രകടിപ്പിച്ചതാണ് ഷാഫി പറമ്പിൽ എം പി എന്നതടക്കമുള്ള ഒരു വിശദീകരണമൊക്കെ ഒരു വശത്ത് വന്നു തുടങ്ങി. യാത്രയ്ക്ക് കുറ്റ്യാടിയിൽ നൽകിയ സ്വീകരണത്തിനിടെ സംസാരിക്കാൻ ക്ഷണിച്ചപ്പോൾ ഒറ്റ വാചകത്തിൽ ഷാഫി പറമ്പിൽ പ്രസംഗം അവസാനിപ്പിക്കാൻ കാരണം നീരസം പ്രകടിപ്പിച്ചതാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വന്നു തുടങ്ങിയിരുന്നു. സംസാരിക്കാൻ വിളിക്കാൻ വൈകിയതിനാലാണ് അത് പൊതുവേദിയിൽ തന്നെ തർക്കിച്ചതും മാത്രമല്ല അത്തരത്തിൽ നീരസം പ്രകടിപ്പിച്ചതുമെന്ന ഒരു വ്യാഖ്യാനങ്ങൾ, വിലയിരുത്തലുകൾ ഉണ്ടായി. എന്തായാലും അത്തരത്തിലുള്ള വിലയിരുത്തലുകൾക്കൊന്നും സ്ഥാനമില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ വ്യക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ഷാഫിയെ വിളിക്കാൻ ശ്രമിച്ച DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിലിനെ ബലമായി തടഞ്ഞ ഷാഫി താൻ സംസാരിക്കില്ലെന്ന് അറിയിച്ചു. പേര് വിളിച്ചതോടെ ഒറ്റവാചകത്തിൽ പ്രസംഗം അവസാനിപ്പിച്ചു. MK രാഘവൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിട്ടും സ്ഥലം MP ആയ ഷാഫിയെ സംസാരിക്കാൻ വിളിക്കാത്തത് വലിയ രീതിയിലുള്ള അതൃപ്തി ഒരു വിഭാഗത്തിന് ഉണ്ടാക്കിയെന്നതും വാസ്തവമാണ്. എന്തായാലും ഷാഫി പറമ്പിൽ നീരസം പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിലും പറയുന്നു. സമയം വൈകിയതുകൊണ്ടാണ് ഷാഫിക്ക് മുൻപേ VD സതീശന് സംസാരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും പുതുയുഗ യാത്രയുടെ സൗന്ദര്യം കെടുത്താൻ ചിലർ ഉണ്ടാക്കുന്ന വിവാദമാണിതെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടി എത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ അടക്കം നടത്തുന്ന ഈ ഒരു പ്രചരണം അതൊക്കെ ക്ഷമിക്കാം. പക്ഷെ മാധ്യമങ്ങൾ കൂടി അത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുമ്പോൾ അത് ക്ഷമിക്കാനാകുന്നില്ല എന്നാണ് നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ പുതുയുഗ യാത്ര തുടരുകയാണ്. പിണറായി വിജയൻ സർക്കാർ 10 വർഷത്തെ ദുർഭരണത്തിലൂടെ തകർത്ത കേരളത്തെ വീണ്ടെടുക്കുന്നതിനാണ് ഐക്യജനാധിപത്യ മുന്നണി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പുതുയുഗ യാത്ര സംഘടിപ്പിക്കുന്നത്. മോദി ഭരണകൂടത്തെ പോലെ ധാർഷ്ട്യവും ഫാസിസവുമാണ് ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ മുഖമുദ്രയെന്നും സർക്കാരില്ലായ്മയാണ് കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുമ്പോഴൊന്നും അതുണ്ടാകാറില്ല. 10 വർഷം കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ ഉൾപ്പെടെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി. ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്ത അവസ്ഥ, ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ധനപ്രതിസന്ധി, ഭരണത്തിന്റെ തണലിൽ ശബരിമലയിലെ സ്വർണവും CPM കൊള്ളസംഘം തട്ടിയെടുത്തു. ഈ സർക്കാരിനെ തുറന്നു കാട്ടുന്നതിനോടൊപ്പം UDF അധികാരത്തിലെത്തിയാൽ എന്തു ചെയ്യുമെന്ന് ജനങ്ങളോട് പറയേണ്ടതുണ്ടെന്ന ബോധ്യവും ഞങ്ങൾക്കുണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നു. കടക്കണിയിൽ നിന്നും കേരളത്തെ രക്ഷിക്കുന്നതുൾപ്പെടെ ആരോഗ്യ വിദ്യാഭ്യാസ വികസന മേഖലകളിൽ UDFന് കൃത്യമായ ബദൽ പദ്ധതികളും പരിപാടികളുമുണ്ട്. പുതുയുഗ യാത്രയുടെ ഭാഗമായി ഓരോ പ്രദേശങ്ങളിലെ പ്രത്യേകമായ പ്രശ്നങ്ങൾ അതത് പ്രദേശങ്ങളിലെ ജനങ്ങളുമായി ചർച്ച ചെയ്യും. ശബരിമല ധർമ്മശാസ്താവിൻ്റെ സ്വർണം പൊതിഞ്ഞ കട്ടിളയും വാതിൽപ്പടിയും ദ്വാരപാലക ശില്പങ്ങളും മോഷ്ടിച്ച കേസിൽ 3 CPM നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. മോഷണക്കേസിൽ പ്രതികളായ നേതാക്കളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയും സർക്കാരും CPM നേതൃത്വവുമാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോടതി നിയോഗിച്ച SITയുടെ പ്രവർത്തനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മരവിപ്പിച്ചുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല പ്രാഥമിക കുറ്റപത്രം പോലും നൽകാതെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുകയാണ്. പ്രതികൾ പുറത്തിറങ്ങി തെളിവുകളെല്ലാം നശിപ്പിച്ച് മുൻ ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെ രക്ഷിച്ച് സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം എങ്ങും എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് സർക്കാരും CPM നടത്തുന്നത് എന്ന ഒരു ആക്ഷേപവും കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്നാൽ പുതുയുഗ യാത്രയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ 10 വർഷത്തെ ദുർഭരണത്തിലൂടെ തകർത്ത കേരളത്തെ വീണ്ടെടുക്കുക, ഇതാണ് തങ്ങളുടെ ലക്ഷ്യം. അതിനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് പുതുയുഗ യാത്ര സംഘടിപ്പിക്കുന്നത്. ആ യാത്ര ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ചില സംഭവ വികാസങ്ങൾ അതിന് മറ്റു രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നത്. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.